ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ചെമ്മീൻ ഉണ്ടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഓരോ സ്ഥലത്ത് നയിക്കുമ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ഭയങ്കര ഡിഫറെൻ്റ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു തേങ്ങ, ഞാനിവിടെ ഒരു ഹോൾ തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തേങ്ങ ആഡ് ചെയ്യാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സെയിം പോട്ടിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമ്മൾ മസാല വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നല്ല ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ മസാലക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ഉള്ളി വാട്ടിയെടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. ഇനി ഈ ചെമ്മീൻ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഈ സെയിം പോട്ടിൽ നമുക്ക് ഞാനിവിടെ ഒരു വലിയ ഉള്ളി, 4 പച്ചമുളകും നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള ഒരു തേങ്ങയില്ലേ അതും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ചെമ്മീനാണ് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറി ലീവ്സും മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉണ്ട പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പത്തിരിപ്പൊടി, കുറച്ച് ഉപ്പും വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒറോട്ടിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ തന്നെ പൊന്നി ബോയിൽഡ് റൈസ് ഒരു 3 to 4 hours ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അത് അരച്ചിട്ട് അതിലേക്ക് ഈ പൊടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് മാവ് കുഴച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടാണ് വേണ്ടത്. നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കുന്ന ഈ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമ്മളെ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ബോൾസ് ആയിട്ടൊരു ഉണ്ടയുടെ ഷേപ്പിൽ ഇതൊരു ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഓപ്ഷനലാണ്, വേണേ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് തേങ്ങയിൽ റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 25 to 30 minutes ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കൂടുതലും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കുക കേട്ടോ. പക്ഷെ നമ്മൾ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം ഉണ്ടാക്കലുണ്ട്. പിന്നെ കുട്ടികൾക്ക് നമുക്ക് ടിഫിനിലെല്ലാം കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ളൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.